വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് നബി പറയാണ്, ലൗ ലം അൽതസിമുഹു ലം യസൽ ഹാകദാ ഇലാ യൗമിൽ ഖിയാമത്തി തഹസ്സുൻ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഞാൻ അതിനെ കൂട്ടിപ്പിടിച്ച് ഇണക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ അതങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും അന്ത്യനാൾ വരെ. എല്ലാവർക്കും അതറിയാം. നബി ഇല്ലാത്തതിന്റെ പേരിൽ നബി അവിടെ പിരിഞ്ഞതിന്റെ പേരിൽ ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടാവാൻ പാടില്ല. അത് തീർന്ന നബിന്റെ കരം വെച്ച് അത് സമാധാനിപ്പിച്ചത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു തണ്ട് കരയണമെങ്കിൽ നബിയുമായുള്ള ബന്ധം ആലോചിച്ച് നോക്കി എത്രയെന്ന് നോക്കൂ. ഒരു പാട്ടുണ്ടല്ലോ, എന്ത് അസ്സബ്റു യുഹ്മദു ഫിൽ മവാതീനി കുല്ലികാ ഇല്ലാ അലൈക വഇന്നഹു മദ്മൂം. എല്ലാ മുഖത്തുള്ള സമയത്തും എല്ലാ സ്ഥലവും ക്ഷമ എന്ന് പറഞ്ഞ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നബി അങ്ങയുടെ മേലൊഴികെ അങ്ങയില്ലാത്തതിന്റെ പേരിൽ ദുഃഖിക്കുക, വിഷമം കാണിക്കുക എന്നുള്ളത് ആണ് പുണ്യം. അവിടെ ക്ഷമിച്ചു നിൽക്കുന്നത് ദോഷകരമാണ് എന്ന് കവിത. അങ്ങനെയുണ്ട്. അങ്ങനെ എന്തിനു പറയുന്നു? അങ്ങനെ ചെയ്തു. ഫഅമറ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഫന അലൈഹി വദുഫിന തഅത്തൽ മിമ്പർ. നബി തങ്ങൾ ആ ഈത്തപ്പന തണ്ടിനെ കൊണ്ട് കുഴിച്ചുമൂടാൻ പറഞ്ഞു. അങ്ങനെ മിമ്പറിന്റെ അടിഭാഗത്ത് കുഴിച്ചു മൂടി എന്ന് കാണാം. ഇതേ പ്രകാരം തന്നെയാണ് ഫി ഹദീസിൽ മുത്തലിബി വസഹ്ലി ബിൻ സഅദ് വഇസ്ഹാഖ് അൻ അനസ്. അനസ് റളിയല്ലാഹു അൻഹു വൈക്ക് റിപ്പോർട്ട് ചെയ്ത ഈ മഹാന്മാരുടെയൊക്കെ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. വഫീ ബഅദി റിവായാത്തി അൻ സഹ്ലിൻ, സഹീറിനെ തൊട്ട് ചില റിപ്പോർട്ടിൽ കാണുന്നത് ഫ ദുഫിനത്ത് താഴ്ത്ത മിമ്പരിഹി എന്ന് കാണാം. നബി തങ്ങളുടെ മിമ്പറിന്റെ അടിഭാഗത്ത് അതിനെ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് കാണാം. വഫീ ഹദീസി ഉബയ്യ് ഇബ്നു കഅബ്, ഉബയ്യ് ഇബ്നു കഅബിന്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്ന ഫലമ്മ ഹുദിമൽ മസ്ജിദു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണാധികാര കാലഘട്ടത്തിൽ മദീന പള്ളി വിശാലമാക്കാൻ വേണ്ടി പള്ളി പൊളിച്ചു. അങ്ങനെ പള്ളി പൊളിച്ച് പണി ചെയ്തപ്പോൾ എന്തുണ്ടായി? അന്ന് അവിടെ കുഴിച്ചിട്ടതായിരുന്നു ഈ തണ്ട്, ഈത്തപ്പനത്തണ്ട്. നബി ഇല്ലാത്തതിന്റെ പേരിൽ കരഞ്ഞ തണ്ട്. അപ്പൊ എന്ത് ചെയ്തു? അഹദ ഉബയ്യ്, ആ തണ്ട് ആരെടുത്തു? ഉബയ്യ് എന്നൊരു കൈക്കലാക്കി. അങ്ങനെ വക്കാല എന്തുഹു, മൂപ്പരെടുക്കലായിരുന്നു പിന്നെ ഈത്തപ്പനത്തണ്ട് ഉണ്ടായിരുന്നു. ഏതുവരെ? ഇലാ നകലത്തിഹിൽ അർളു വആദ റുഫാത്ത, ചെതല് തിന്ന് നശിപ്പിച്ച് പൊടിയാവുന്നത് വരേന. അങ്ങനെ അത് പൊടിയായി പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നർത്ഥം. എന്നാൽ വദക്കറുൽ ഇസ്ഫറായിനിയു, മൂപ്പര് പറയുന്നത് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅാഹു ഇലാ നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഈത്തപ്പന തണ്ടിനെ വിളിച്ചു നബിന്റെ അടുത്തേക്ക്. ഫജാഹു യഖ്റുഖുൽ അർള, ഭൂമി കീറി നടന്നു വരുന്നത് പോലെ അങ്ങനെ കീറി വന്നു. ആര്? ആ തണ്ട് നബിന്റെ അടുത്തേക്ക്. ഫൽതസബഹു, അങ്ങനെ നബി തങ്ങൾ അതിനെ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് സുമ്മ അമറു, പിന്നീട് അതിനോട് നബി തങ്ങൾ പോകാൻ പറഞ്ഞു. ആദ ഇല വക്കാരി, അത് നിന്ന സ്ഥലത്തേക്ക് എന്നെ പോവുകയും ചെയ്തു. അങ്ങനെയുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഒബി ഹദീസ് ബുറൈദ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇൻശിഅത അറുദ്ദക ഇലൽ ഹായിത്തില്ലദീ കുൻത ഫീഹി, നീ ആദ്യം ഏത് തോട്ടത്തിലായിരുന്നു അതേ തോട്ടത്തിലേക്ക് നിന്നെ മടക്കാൻ നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ, അങ്ങനെ വരുമ്പോൾ എമ്പുത്തുലക്ക ഉറൂക്കുക്ക, ഉണങ്ങിപ്പോയെല്ലാം നീ ഉണങ്ങിയതാണോ, ഇനി നിനക്ക് നല്ല പുതിയ വേരുകൾ മുളക്കും. വയക്കുമൊരു ഹൽക്കുക, നിന്റെ സൃഷ്ടിപ്പ് പരിപൂർണമാവും. വയുജദ്ദിദുലക ഖുറൂസുൻ, അങ്ങനെ സമ്പത്തുൻ, ഈത്തപ്പനയുടെ ഓല, ഇല, അതുപോലെ പഴം എല്ലാം നിനക്കുണ്ടാവും. അങ്ങനെ പഴയ അവസ്ഥയിലേക്ക് നിനക്ക് മടങ്ങാം. നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെയാവാം. വൈൻശിയുത്ത അഗ്രിസുക ഫിൽ ജന്നത്തി, അല്ല നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നിന്നെ സ്വർഗീയ ലോകത്ത് നട്ടുപിടിപ്പിക്കും. അങ്ങനെ ഔലിയാഉല്ലാഹി തആല മിൻ സമരിക, നിന്റെ പണത്തിൽ നിന്ന് ഭക്ഷിക്കും അള്ളാന്റെ ഔലിയാക്കൾ. അങ്ങനത്തെ ഒരു ഈത്തപ്പന മരമായിട്ട് സ്വർഗത്തിൽ നിന്നെ നട്ടുപിടിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം സുമ്മ അസ്ഗ ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തമിഉ മാ യഖൂൽ, എന്താണ് ഈത്തപ്പനത്തണ്ട് കൊടുക്കുന്ന മറുപടി എന്ന് ശ്രവിക്കുവാൻ വേണ്ടി നിബിതങ്ങൾ കാത് ഈത്തപ്പനത്തണ്ടിനോട് അടുപ്പിച്ചു വെച്ചു. അങ്ങനെ വഖാല ബൽ തഗ്രിസ്നി, അതെ നബിയെ, നിങ്ങൾ എന്നെ സ്വർഗ്ഗ ലോകത്ത് നടുക. വയഖുലു മിന്നി ഔലിയാഉല്ലാഹി തആല, അള്ളാന്റെ ഔലിയാക്കൾ എന്നെ ഭക്ഷിക്കട്ടെ. അങ്ങനെ വഅകൂനു ബിമാ കാന ലാ അബ്ല ഫീഹി,
ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു സ്ഥലത്താകുമല്ലോ ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ സമയഹു മൻ എലിഹി, നബിനോട് അടുത്തിരിക്കുന്ന ആൾക്കാർ പോലും ഈത്തപ്പന തണ്ട് കൊടുത്ത മറുപടി കേട്ടു എന്നാണ്. അപ്പൊ വഖാർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖദ് ഫഅൽതു, ശരി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് സുമ്മ ഖാല, പിന്നീട് നബി തങ്ങൾ പറഞ്ഞെന്താ, ഇഖ്താറ ദാറൽ ബഖായി അലാ ദാരിൽ ഫനാഇ, ഈ നിർജീവിയായ ഉണക്കത്തണ്ടായി നിൽക്കുന്ന ഈത്തപ്പനം തടി, ഈ തണ്ട് ദുനിയാവിനേക്കാൾ സ്വർഗ്ഗ ലോകത്തെ തെരഞ്ഞെടുത്തു എന്നാണ്. അങ്ങനെ ഹസൻ ബസരി തങ്ങളായിരുന്നു ഇതാ ഹദ്ദസ ബിഹാദ, ഈത്തപ്പന തണ്ടിന്റെ കഥ പറയുമ്പോൾ, ആ ഹദീസ് പറയുമ്പോൾ ബക്ക, മഹാനവർ കരഞ്ഞിരുന്നു എന്നാണ്. കരഞ്ഞുകൊണ്ട് വക്കാല, മഹാൻ പറയുന്നു, യാ ഇബാദല്ലാഹ്, അള്ളാന്റെ അടിയങ്ങളെ, ഭക്തിയുള്ളവർക്ക് അരിച്ചു വരുമല്ലോ, അള്ളാന്റെ അടിയങ്ങളെ, അൽ ഹസ്ബത്തു, ഈ കൊള്ളി കഷ്ണം, തഹിന്നു ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിലേക്ക് അത് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. സൗഖൻ ഇലേഹി, നബിയിലേക്ക് വല്ലാതെ പ്രേമമുണ്ടായതുകൊണ്ട് അതിന്റെ മനസ്സ്, അതിന്റെ ചിന്ത എല്ലാം നബിയിലേക്കായി മാറി, വേറെ ചിന്തയില്ല. അങ്ങനെയാണല്ലോ നബിയിലേക്ക് അത് ചായുന്നത്. ഈ മക്കാലിഹി, നബിയുടെ സ്ഥാനം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നിങ്ങൾ മുത്തുനബി തങ്ങളെ കാണണം, കണ്ടെത്തണം എന്നതിലേക്ക് വളരെ ആഗ്രഹിക്കുന്നവരും നിങ്ങളായിരിക്കണല്ലോ ഏറ്റവും ബാധ്യസ്ഥന്മാർ, ഏറ്റവും ബാധ്യതയുള്ളത് നിങ്ങളാണല്ലോ എന്ന് ഹസൻ ബസരി തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഒരു തണ്ടിന്റെ ഒരു ഗാനമുണ്ട് അതിനെ പറ്റിയിട്ട്. എന്താ നോക്കാം. وفارق جذعا كان يخطب عنده فإن أنين الأم إذ تجد الفقدا يغن إليه الجدع يا قوم هكذا أما نحن أولى أن نغن له وجدا إذا كان جدع لم يتق بعد ساعة فليس وفاء أن نطيق له بعدا. നസീമു റിയാൽ 58, 59, 60, 61, 62, 63 പേജുകൾ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാനിവിടെ നക്കൽ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിച്ചു തന്നത്. ഞാൻ കണ്ടു അത്താബിൽ ജമാദാത്തി ഹുബ്ബഹു, നബിനോടുള്ള പ്രേമം നിർജീവികളിൽ വരെ ഞാൻ കണ്ടു. അങ്ങനെ ഈ നിർജീവികൾ ഹബീബാ നബി തങ്ങളിലേക്ക് സലാം ചേർത്തു കൊടുക്കാനവരായി അങ്ങനെ ചേർത്തുകൊണ്ടിരുന്നു. നബിതങ്ങൾ ഖുത്തുബോധിക്കൊണ്ടിരുന്ന ചാരി നിന്ന് ഖുത്തുബോധിയിരിക്കുന്ന ഈത്തപ്പനത്തണ്ടിന് ഇന്ന് നബിയെ കാണാനില്ല. അങ്ങനെ വന്നു നോക്കുമ്പോൾ അതങ്ങനെ ഏങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ നബിയെ കാണാനില്ല. ആ ഇല്ലായ്മ എത്തിച്ചപ്പോ ഏങ്ങലടി മാത്രമായി. ഈത്തപ്പനത്തണ്ട് ഇതാ നബിയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ കൗമേ, അപ്രകാരം നമ്മളും ഏറ്റവും ബന്ധമായവരല്ലേ നബിയിലേക്ക് ചായല്. ഒരു സ്വല്പ സമയം നബി ഇല്ലാതെ വന്നപ്പോ സഹിക്കാൻ കഴിയാതെ വന്നെങ്കിൽ, നബി ഇല്ലാത്ത ആ ഒരു സംഭവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്നാൽ നമ്മള് മുത്തുനബി തങ്ങൾ ഇല്ലാതിരിക്കുന്ന അകലം നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയാതെ പൂർത്തിയാക്കി വിട്ടാൻ കഴിയുമല്ലോ എന്നാ ചിന്തിക്കുക. അങ്ങനെ ഈത്തപ്പന തണ്ടിന്റെ ഏങ്ങലടി ചരിത്രം ഇവിടെ അവസാനിച്ചു. ഇതെല്ലാം നബിതങ്ങൾ അവരിലേക്ക് നബിയാണെന്ന് എനിക്ക് തെളിവായി പറഞ്ഞതാണ്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായി നിങ്ങളടുത്തേക്ക് ഞാൻ വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.